വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. നീറ്റ് വിവാദത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ തെറിക്കുമോ എന്നതാണ് ചോദ്യം. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടന വരുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ ഒഴിവാക്കിയേക്കും. ഹർദീപ് സിംഗ് പുരിയെയും ഒഴിവാക്കാനാണ് സാധ്യത. നിർമ്മല സീതാരാമനെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിലേക്ക് മാറ്റിയേക്കും. ശിവസേന ഷിൻഡെയ്ക്കും തൃണമൂലിനും പ്രാതിനിധ്യം ഉറപ്പാക്കും. രാഘവ് ചദ്ദ, അശോക് മിത്തൽ എന്നിവർ മന്ത്രിസഭയിൽ എത്തിയേക്കാൻ സാധ്യത. അനുരാഗ് ഠാക്കൂർ വീണ്ടും മന്ത്രിസഭയിലേക്കെന്ന് സൂചന. മുൻ RBI ഗവർണറും പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ശക്തികാന്ത ദാസിനും സാധ്യതയുണ്ട്. നോബൽ മാരിക്കാരനുണ്ട് ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയിൽ CJP ഇപ്പോൾ രാജി ആവശ്യപ്പെടുന്ന നീറ്റ് പരീക്ഷയിലും CBSE പരീക്ഷയിലും പ്രതിരോധത്തിലായ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ തെറിക്കുമോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? അരുൺ, BJP സർക്കാരിനെ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം പ്രതിരോധത്തിൽ ആക്കിയത് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വലിയ ക്രമക്കേടുകളും വലിയ തരത്തിലുള്ള പ്രതിസന്ധികളുമാണ്. അതിന്റെ ചുമതല മുഴുവൻ ധർമ്മേന്ദ്ര പ്രധാനാണ്. സ്വാഭാവികമായും ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റും എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ, അതോടൊപ്പം തന്നെ ഹർദീപ് സിംഗ് പുരി എന്നിവർ മാറും എന്ന് അറിയാൻ കഴിയുന്നു. നിർമ്മല സീതാരാമന് വകുപ്പ് മാറ്റം ഉണ്ടാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിലേക്ക് നിർമ്മല സീതാരാമൻ മാറുകയാണെങ്കിൽ, ഒരുപക്ഷേ ഈ മാനവ വിഭവശേഷി മന്ത്രാലയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പേര് പിന്നീട് മാറ്റിയതാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയായി നിർമ്മല സീതാരാമൻ എത്തും എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ മാറി പകരം നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രിയെ എത്തുന്ന സാഹചര്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഉണ്ടാകാൻ പോവുക. അതോടൊപ്പം തന്നെ നിലവിൽ മുൻ RBI ഗവർണറും അതുപോലെ പ്രധാനമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിട്ടുള്ള ശക്തികാന്ത ദാസ് അങ്ങനെയാണെങ്കിൽ ധനമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. മറ്റ് പല പ്രധാനപ്പെട്ട നീക്കങ്ങളും ഈ NDA മന്ത്രിസഭ പുനഃസംഘടനയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് 6 MP ഇപ്പോൾ ശിവസേന ഉദ്ധവ് പക്ഷം വിട്ട് ഷിൻഡെ വിഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏകനാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. രാഘവ് ചദ്ദ, അതോടൊപ്പം അശോക് മിത്തൽ എന്നിവർ ആം ആദ്മി പാർട്ടി പുലർത്തിക്കൊണ്ട് BJPയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ ആർക്കെങ്കിലും രാഘവ് ചദ്ദയ്ക്കോ അല്ലെങ്കിൽ അശോക് മിത്തലിനോ ഇതിൽ ആർക്കെങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കും എന്ന വിവരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അനുരാഗ് സിംഗ് ഠാക്കൂർ ഈ മന്ത്രിസഭയിൽ ഇല്ല. അദ്ദേഹത്തെയും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ചില പ്രധാനപ്പെട്ട മറ്റു നീക്കങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് പുലർത്തിക്കൊണ്ട് 20 MP NDAയുടെ പക്ഷമായി മാറിയിട്ടുണ്ട്. ആ എത്തിയ MP-മാർക്കും ചിലർക്ക് മന്ത്രിസ്ഥാനം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. ആണെങ്കിലും കേരളത്തിൽ നിന്ന് പുതിയ മന്ത്രിമാർ ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പരിഗണന അടക്കം ലഭിക്കും എന്നും വിവരം ഉണ്ട്. നേരത്തെ ബീഹാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യസഭയിൽ എത്തിയ നിതീഷ് കുമാറിന് എന്തെങ്കിലും പരിഗണന ലഭിക്കുമോ എന്ന് വലിയ ആകാംക്ഷയാണ്. എന്താണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ രാഷ്ട്രപതിയെ കണ്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞയോ അല്ലെങ്കിൽ മന്ത്രിസഭാ പുനഃസംഘടനയോ ഉണ്ടാകുമെന്ന സൂചനയും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ അഴിച്ചുപണിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധർമ്മേന്ദ്ര പ്രധാൻ മാറി വിദ്യാഭ്യാസ മന്ത്രി നിർമ്മല സീതാരാമൻ എത്തുമോ എന്നതാണ്. ചർച്ചകൾ തുടരുകയാണ്. പ്രധാനമന്ത്രി വിദേശയാത്രയ്ക്ക് വീണ്ടും പുറപ്പെടുന്നു. അതിന് പിന്നാലെ എത്തുന്നതിന് പിന്നാലെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പോൾ പാറ്റ ഇറങ്ങിയത് വെറുതെ ആയില്ല. ധർമ്മേന്ദ്ര പ്രധാൻ തെറിക്കുകയാണെങ്കിൽ അത് പാറ്റയുടെ വിജയമായി കൂടി കണക്കാക്കും CJP. അത്രമേൽ പ്രതിരോധത്തിലായിരുന്നു. CBSE പരീക്ഷയുടെ കാര്യത്തിൽ, നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പതറി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ നിന്ന് മാറുന്നത് തന്നെയായിരുന്നു നല്ലത്. എന്തായാലും തീരുമാനം ഉടനുണ്ടാകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നോബൽ മാരിക്കാരൻ ഡൽഹിയിൽ നിന്നും അറിയിക്കുന്നത്.